എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 96-ാമത്തെ വീഡിയോ ആണ്. ഇതിൽ നിങ്ങൾക്കറിയാമല്ലോ, പ്ലേ ഓഫ് കോൺഷ്യസ്നസ് ചിത് ശക്തി വിലാസ് എന്നുള്ള ബുക്കിൻ്റെ പാർട്ട് 1-ൻ്റെ 6-ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അത് 6-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ സിദ്ധാസ് അബോർഡ്. ഈ അബോർഡ് എന്ന് പറയുന്നത് വാസസ്ഥലം. ഈ സിദ്ധന്മാരൊക്കെ വസിക്കുന്നതെന്ന് പറയുന്നത്, വാസസ്ഥലം എന്ന് പറയുന്നത് മിക്കവാറും ആശ്രമങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ അവർ തനിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കാട്ടിൽ അവിടെയൊക്കെയാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ ഈ സാധകൻ എന്നുള്ള നിലയ്ക്ക് ഒരു സിദ്ധൻ്റെ ആശ്രമത്തിൽ പോകുമ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ പാലിക്കാനുണ്ട്. അതിനെക്കുറിച്ചാണ് സ്വാമി മുക്താനന്ദ ഈ ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ആശ്രമം എന്ന് പറയുമ്പം അത് ലൈറ്റായിട്ട് എടുക്കേണ്ട ഒരു സ്ഥലമല്ല. വളരെ കാര്യമായിട്ട്, വളരെ ഭക്തിപൂർവം അവിടെ പോയി നമ്മൾ സാധന ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ആശ്രമം എന്ന് പറയുമ്പം ഈ സിദ്ധന്മാരെല്ലാം ഉള്ള സ്ഥലം തന്നെ വളരെ പവർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. വളരെ പവറുള്ള സ്ഥലമാണ്. അവർ ഇരുന്നാലേ ആ സ്ഥലം മൊത്തം അവരെ ചുറ്റി ഈ ഭയങ്കരമായിട്ട് ഈ കോസ്മിക് എനർജി ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്പം നമ്മൾ സാധാരണ ആൾക്കാരാണ്. അപ്പം നമ്മളവിടെ പോകുമ്പം ഒരു സാധകൻ എന്നുള്ള രീതിയിൽ നമുക്കും പല കാര്യങ്ങൾ ചെയ്യണം, നമ്മളും യോഗിക് ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവിടെ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴും നമ്മൾ വളരെ അധികം ഭക്തി ശ്രദ്ധയോടുകൂടി അവിടെ നമ്മൾ കൈകാര്യം ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. എന്ന് വെച്ചാൽ നാളെ നമുക്കും ഒരു ആശ്രമത്തിൽ പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ അത്രയും നല്ലത്. ആശ്രമത്തിൽ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പറയുന്നത് ഈ വീടെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മളുടെ ബന്ധുക്കളെല്ലാം മക്കളെയും എല്ലാവരെയും കളഞ്ഞിട്ട് പോകണമെന്നല്ല. ഒരു 10 ദിവസം നമുക്ക് ഒരു ആശ്രമത്തിൽ പോയി താമസിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ കിട്ടാത്ത ഒരു സമാധാനം അവിടെ കിട്ടും. ആശ്രമത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം കൊണ്ടുവരാനേ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ ഞാനത് ശ്രമിച്ചിട്ടുണ്ട്. നടക്കത്തില്ല, ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എല്ലാം പഴുതടച്ച് മെഡിറ്റേഷനിൽ ഒരു 2 മണിക്കൂർ ഇരിക്കണം, അല്ലെങ്കിൽ 1 മണിക്കൂർ ഇരിക്കണം എന്ന് പറഞ്ഞ് ടൈമറൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ ഇരുന്ന് ഒരു 10-15 നിമിഷത്തിൽ മെഡിറ്റേഷൻ അങ്ങനെ അതിനകത്തോട്ട് കയറുമ്പോഴായിരിക്കും ആരെങ്കിലും കോളിംഗ് ബെൽ അടിക്കുന്നത്. പോസ്റ്റ്മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ കൊറിയർ ആയിരിക്കാം, അല്ലെങ്കിൽ അമേസോണിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ല, ഞാൻ ചുമ്മാ നിങ്ങളെ കാണാൻ വന്നതാന്ന് വഴി പോകുന്നവരും വരുന്നവരും ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കഥ തുറക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ആശ്രമം എന്ന് പറയുമ്പം ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ല. പല ആശ്രമങ്ങളിലും ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു വലിയ കാര്യം, നമ്മൾ അടുക്കളയിൽ കയറണ്ട, എന്താ പാചകം ചെയ്യണമെന്ന് അറിയേണ്ട കാര്യമില്ല. പാലുണ്ടോ തൈരുണ്ടോ ഒന്നും അറിയണ്ട. സമയത്തിന് ബെല്ലടിച്ചാൽ ഫുഡ്. ബാക്കി സമയം അവർ പറയുന്ന പോലെ 4:30 എണ്ണിക്കുക, 4-ന് എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ 4 മണിക്ക് എണ്ണിക്കുക. കുളിക്കാനുള്ള സമയം തരും, കഴിക്കാനുള്ള സമയം, റെസ്റ്റ് എടുക്കാനുള്ള സമയം തരും, മെഡിറ്റേഷൻ ചെയ്യാനുള്ള സമയം തരും. അങ്ങനെ അത് വളരെ ചിട്ടയോട് കൂടിയ ഒരു ജീവിതമാണ്. അത് നമ്മളുടെ വീട്ടിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തേയില്ല. അതേപോലെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തേയില്ല. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ നിങ്ങൾക്കൊക്കെ ചാൻസ് കിട്ടുമ്പം ഏതെങ്കിലും അടുത്തുള്ള ആശ്രമങ്ങളിലൊക്കെ പോയി നിന്ന് കുറേ കൂടെ സമയം മെഡിറ്റേഷന് വേണ്ടി ചെലവിടണം. അപ്പം ഉള്ള പാലിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ മഹത്വത്തിനെ പറ്റിയാണ്. ഒരു ആശ്രമത്തിൽ ജീവിക്കുമ്പം എങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കണമെന്നാണ് സ്വാമി മുക്താനന്ദ പറയുന്നത്. അപ്പം സ്വാമി മുക്താനന്ദ കുറേ നാൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാകിയ ഭഗവാൻ നിത്യാനന്ദയുടെ ആശ്രമത്തിൽ തന്നെയാണ് ഇരുന്നത്. പിന്നെയാണ് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു കയറ്റുകെട്ടിലും ഇട്ടുകൊണ്ട് അവിടെ കിടക്കുമായിരുന്നു, അവിടെ ചെയ്യുമായിരുന്നു. ഒരു ചെറിയ കുടിലും അടുത്തുണ്ടായിരുന്നു.
അപ്പം ഈ ഭഗവാൻ നിത്യാനന്ദയെ കാണാൻ അവിടെയുള്ള ഈ ബോംബെ സൈഡല്ലയോ അദ്ദേഹത്തിൻ്റെ ആശ്രമം. അപ്പോൾ അവിടെയുള്ള അടുത്തുള്ള വലിയ വലിയ ആൾക്കാർ വലിയ വലിയ കാറുകളിലൊക്കെയാണ് വരുന്നത്. ഇൻഡസ്ട്രിയലിസ്റ്റും മൾട്ടിനാഷണൽ കമ്പനി വെച്ചിരിക്കുന്നവരും അങ്ങനെയൊക്കെ വലിയ ആൾക്കാരൊക്കെയാണ് വരുന്നത് എന്തിനാ? സമാധാനം തേടിയാണ് അവർ ഭഗവാൻ നിത്യാനന്ദയടുത്ത് വരുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് പേര് ഭഗവാൻ നിത്യാനന്ദയുടെ പേര് കേട്ട് ഒരുപാട് പേര് അദ്ദേഹത്തിനെ സമീപിക്കാറുണ്ട്. പിന്നെ സ്വാമി മുക്താനന്ദ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് പേര് വന്ന് ശിഷ്യന്മാരായത് ഈ ശിഷ്യന്മാർ തമ്മിൽ കുറച്ച് ഉടക്കുകളുണ്ടായി. അതായത് ഞാൻ വലുതാ, നീ വലുതാ, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി, ഞാനാണ് നിത്യാനന്ദയ്ക്ക് ക്ലോസ്, അങ്ങനെയൊക്കെ അവർ തമ്മിൽ പല ചർച്ചകളും വാക്കുവാദങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടരുത് എന്നാണ് പറയുന്നത്. അത് ഞാനും നേരത്തെ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഏതൊരു ഫേമസ് ആയിട്ടുള്ള ആളിനെക്കുറിച്ച്, ആളെന്ന് പറയുമ്പം ഒരു സാധകനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മഹാനെക്കുറിച്ചോ പറഞ്ഞാലും അതിന് വാദം പ്രതിവാദം നടക്കും എപ്പോഴും. അത് നമ്മളുടെ സ്വഭാവമാണ്, ഒരു മനുഷ്യൻ്റെ രീതിയാണ്. അങ്ങനത്തെ സ്വാമിയാരാണ്, കോർപ്പറേറ്റ് സ്വാമിയാരാണ്, പൈസ വാങ്ങിച്ചിട്ടേ ചെയ്യത്തുള്ളൂ, അത് കള്ളസ്വാമിയാരാണ്, അങ്ങനെ ഇങ്ങനെ ആശ്രമത്തിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെയൊക്കെ ആളുകൾക്ക് പറയാൻ ഒരു സന്തോഷമാണ്. ഓക്കെ, അതിൽ എത്ര ശതമാനം സത്യമുണ്ട് കള്ളമാണെന്നൊന്നും നമ്മൾ അറിയേണ്ട കാര്യമേ ഇല്ല. അത് സത്യമാണോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഈ ഡിസ്കഷനിലൊന്നും നമ്മൾ ഇടപെടരുത്. ആരെക്കുറിച്ച് മറ്റവർ ഒരു മഹാനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു നല്ല ഒരു സാധകനായിട്ടോ അല്ലെങ്കിൽ നല്ല ഒരു യോഗിക് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു മഹാനെക്കുറിച്ച് അത് പല കോൺട്രവേഴ്സീസ് കാണും. നല്ലതാ ചീത്തയാ, കാശ് വാങ്ങിക്കുന്നു, പോലിയാ, അങ്ങനെ ഇങ്ങനെ, കള്ളസ്വാമിയാരാണ്, കോർപ്പറേറ്റ് സ്വാമിയാരാണ്, ഫ്ലൈറ്റിൽ എപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഫോറിനിൽ പോകുന്നു, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നു. അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നമുക്ക് വേറൊരു ആളിൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ റൈറ്റ്സ് ഇല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമ്മൾ കാത് കൊടുത്തു പോലും കേൾക്കാൻ പാടില്ല. ഒരു മഹാൻ എന്ന് പറയുമ്പം അദ്ദേഹം നമുക്ക് എന്ത് പറയാൻ വരുന്നു, അദ്ദേഹം എന്തുവാ പറയുന്നത്, അത് എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാം, അത്രയും മാത്രമേ നോക്കാവൂ. അതുകൊണ്ട് യാതൊരു കാരണം കൊണ്ടും ഈ ആശ്രമം അങ്ങനെ, ആ ആശ്രമം അങ്ങനെ, നിങ്ങൾ പോകുക, നോക്കുക, 2 ദിവസം നിൽക്കുക, ഇഷ്ടപ്പെട്ടാൽ അവിടെ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ വരിക. ഇഷ്ടപ്പെട്ടാൽ കണ്ടിന്യൂ ചെയ്യുക എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ വർഷങ്ങളായിട്ട് അവിടെ പോയി നിൽക്കാൻ പോകുന്നില്ല. ഒരു 5 ദിവസം, ഒരു 7 ദിവസം, ഒരു 10 ദിവസം. പക്ഷേ അങ്ങനെ നിൽക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ സാധനയ്ക്ക് അത് വളം ചേർക്കും വെച്ചാൽ പവർ ചേർക്കും. എന്നുവെച്ചാൽ അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ പോസിറ്റിവിറ്റി, അവിടുത്തെ പോസിറ്റീവ് എനർജി. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞില്ലയോ, ഈ ബെല്ലടിക്കുന്നതും അടുക്കളയിൽ കയറുന്നതും പാചകം ചെയ്യുന്നതും അല്ലെങ്കിൽ അത് ഫോൺ എടുക്കുന്നതും ഇതൊന്നുമില്ല. എത്രയോ ആശ്രമങ്ങളിൽ ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചേക്കും. 7 ദിവസം 10 ദിവസം സൈലൻസിൽ പോയാൽ ആദ്യം കയറുമ്പോൾ അവർക്ക് നമ്മൾ ഫോൺ കൊടുക്കുക, ഫോൺ അങ്ങ് സറണ്ടർ ചെയ്യുക. ഈ ഫോണില്ലെങ്കിൽ തന്നെ, ഫോൺ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. പക്ഷേ ഈ ഫോണില്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വളരെയധികം സമയം കിട്ടും. ഈ ഡിജിറ്റൽ ടോക്സിക് എന്ന് പറയും. ഈ ഡിജിറ്റൽ മീഡിയ ഇതിൽ വെച്ചുകൊണ്ട് സംസാരിച്ച് സമയം കളയുന്നതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളും ഓർത്തോണം. എന്നുവെച്ചാൽ ഞാൻ അതൊക്കെ പോയി അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ചാൻസ് കിട്ടിയാൽ പോകുക, ഒരാശ്രമത്തിൽ പോയി നിന്ന് നോക്കുക. അതേപോലെ ഈ ഞാൻ പറഞ്ഞില്ലേ, ദിണ്ടുക്കലിൽ, ചെന്നൈയിൽ, തിരുവണ്ണാമലയിൽ ഒക്കെ ഈ വിപസന മെഡിറ്റേഷൻ സെൻ്ററുണ്ട്. 10 ദിവസം സൈലൻസ്, ഒറ്റ അക്ഷരം മിണ്ടണ്ട, പോയ ഉടനെ മൊബൈൽ അങ്ങ് കൊടുക്കുക. 10 ദിവസം, 10ാമത്തെ ദിവസം വെളിയിൽ വരുമ്പോഴായിരിക്കും മൊബൈൽ കിട്ടുന്നത്. അത് മതി. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ദിണ്ടുക്കൽ വിപസന സെൻറ്ററിൽ 10 ദിവസം പോയി നിന്നു. ആ 10 ദിവസത്തിൽ തന്നെ, ആ കംപ്ലീറ്റ് സൈലൻസിൽ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി.
ഒരുപാട് അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഒരു കാര്യം, അവിടെ ആരും ഗൊലുസൊന്നും ഇടരുത്, ഗൊലുസൊക്കെ അഴിച്ച് കൊടുക്കണം എന്ന് വെച്ചാൽ ആ ശബ്ദം പോലും മെഡിറ്റേറ്റ് ചെയ്യുന്നവരെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പക്ഷേ ദിവസവും അവിടെ 9:09 ലൈറ്റ്സ് ഓഫ്, 9:09 ഞാനും കിടക്കും. എന്ന് വെച്ചാൽ 4 മണിക്ക് എണ്ണിക്കണം. അപ്പോൾ 9 മണിക്ക് ഉറങ്ങിയാൽ 4 മണിക്ക് എണ്ണിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ അവിടുത്തെ ചിട്ടയാണ്. അപ്പോൾ ഞാൻ 9 കിടന്നാൽ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഗൊലുസിൻ്റെ ശബ്ദം കേൾക്കും. ആ വരാന്തായിൽ ഗൊലുസിൻ്റെ ശബ്ദം. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു അവിടെ ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട്, പെൺപിള്ളേർ. അപ്പം ഞാൻ വിചാരിച്ചു ഈ വോളണ്ടിയേഴ്സാണോ ഗൊലുസ് വിട്ടുകൊണ്ട് നടക്കുന്നത്. പക്ഷേ പകൽ പൂര ആരുടെയും ഗൊലുസിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. അപ്പം രാത്രി മാത്രം എങ്ങനെ കേൾക്കും? ശരി, പകൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പല ശബ്ദത്തിൽ അത് അങ്ങനല്ല. പിന്നെ അടുത്ത ദിവസം ഞാൻ അന്വേഷിച്ചു, ആരും അവിടെ ഗൊലുസൊന്നും ഇടാൻ പാടില്ല. മൊബൈൽ വാങ്ങിച്ച് വയ്ക്കുന്ന പോലെ തന്നെ ഗൊലുസ് ഇട്ടുകൊണ്ട് വന്നാൽ അവർ അഴിച്ചു വയ്ക്കാൻ പറയും. പിന്നെ എവിടുന്നാണ് ഈ ഗൊലുസിൻ്റെ ശബ്ദം? ദിവസവും രാത്രി 9:30 തൊട്ട് 10 വരെ ആ വരാന്തായിൽ ഗൊലുസിൻ്റെ ശബ്ദം കേൾക്കും, നടക്കുന്ന പോലെ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദേവി തന്നെയാണ്, ആ ലളിതാദേവിയാണ് ഗൊലുസ് വിട്ടുകൊണ്ട് ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നത് എനിക്ക്. ദിവസവും ഞാൻ അത് 5-ാമത്തെ ദിവസം എങ്ങാണ്ട് കേൾക്കാൻ തുടങ്ങി. 5-ാമത്തെ ദിവസം തൊട്ട് 10-ാമത്തെ ദിവസം വരെ 5 ദിവസവും കൃത്യം 9:30 ഞാൻ ആ ഗൊലുസിൻ്റെ ശബ്ദം കേട്ട് ആദ്യമൊക്കെ ഇങ്ങനെ ഭയന്നില്ല. എനിക്കറിയാം ഇങ്ങനെയൊക്കെ കേൾക്കാനുള്ള സാധ്യത ഉണ്ടെന്ന്. പക്ഷേ ഞാനത് കേൾക്കുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിയാണോ ഉപയോഗിച്ച് ആരായിരിക്കും, ഏത് വോളണ്ടിയറാ, അങ്ങ് രാവിലെ കേട്ടില്ലല്ലോ, പകൽ കണ്ടില്ലല്ലോ, ഗൊലുസൊന്നും ആരുടെയും കാലിൽ, പിന്നെ എങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ചു. 2-ാമത്തെ ദിവസം എനിക്ക് കൺഫേംഡായി ഇത് മനുഷ്യരുടെ ഗൊലുസിൻ്റെ ശബ്ദമല്ല എന്ന്. അപ്പം ഒരു 10 ദിവസത്തിലാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടിയത്. അതുപോലെ എത്ര അനുഭവങ്ങൾ നമുക്കിനിയും കിട്ടാനുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം ആശ്രമത്തിൽ പോയി ഒരു 10 ദിവസം നിൽക്കുന്നത് വളരെ നമുക്ക് നല്ലത് ചെയ്യും. അപ്പം പറയുന്നത് അതാണ് പറയുന്നത്, ഭഗവാൻ നിത്യാനന്ദയുടെ ആരാ ക്ലോസ്, ഞാനാണ് മുൻവശത്ത് തരുന്നത്, ഞാനാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടാൻ പോകരുത്. അതേപോലെ ഏതൊരു ചർച്ചയിലും നമ്മൾ ഇടപെടരുത്. ഓക്കെ. അപ്പം പിന്നെ ഈ ആശ്രമത്തിൽ ഇരിക്കുന്നത് തന്നെ നമ്മളുടെ നെഗറ്റീവ് കർമാസിനെയൊക്കെ ബേൺ ചെയ്യാൻ, കത്തിച്ച് കളയാനുള്ള ശക്തിയുണ്ട് അവിടുത്തെ പോസിറ്റീവ് എനർജി. അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് സാധന ചെയ്യാതെ ഇരിക്കരുത്. എത്രയ്ക്ക് നമ്മൾ സമയം വേസ്റ്റാക്കാതെ ഓരോ നിമിഷവും എന്ന് വെച്ചാൽ ഇടയിൽ കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ സമയം തരുമല്ലോ, അപ്പോഴൊക്കെ കിടന്ന് ഉറങ്ങാതെ അപ്പോഴും നല്ല ബുക്കുകൾ വായിക്കുക. എത്രയോ ആശ്രമങ്ങളിൽ ബുക്ക് വായിക്കാൻ വിടത്തില്ല, ബുക്ക് എല്ലാം ഒന്നും വായിക്കാൻ പറ്റത്തില്ല. അതെല്ലാം നല്ലതാണ്. ബുക്ക് വായിക്കരുത്, ഫോൺ ചെയ്യരുത്, സംസാരിക്കരുത്. അപ്പോൾ എന്ത് തന്നെ ചെയ്യാം? മിണ്ടാണ്ട് കണ്ണടച്ചിരിക്കുക. അതിനല്ലേ നമുക്ക് സമയമില്ലാതെ ഇരിക്കുന്നത് വീട്ടിൽ. അപ്പം മിണ്ടാതെ കണ്ണടച്ച് സൈലൻസിലിരുന്നാലേ മതി, നമുക്ക് ഒരുപാട് നന്മകളുണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് പാലിക്കേണ്ടത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഒരു ദിവസം അദ്ദേഹം പറഞ്ഞത്, ഒരു കൊച്ചു പെണ്ണ് ആശ്രമത്തിൽ വന്ന് നിന്നു. ആ പെൺകുട്ടിക്ക് പടപടേന്നാണ് മെഡിറ്റേഷനിൽ ഒരുപാട് ഈ അനുഭവങ്ങൾ കിട്ടിയത്. നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്ത കുട്ടി. ഒരു ദിവസം ഇങ്ങനെ ഭഗവാൻ നമ്മുടെ മുക്താനന്ദ ഇങ്ങനെ കട്ടിലിരുന്നുകൊണ്ടിരുന്നപ്പം ഈ പെൺകുട്ടി ഓടി വന്ന് ഞാൻ മെഡിറ്റേഷനിൽ നിന്ന് ഓടി വരുവാണ്, എൻ്റെ വലത്തെ കൈയിൽ ഈ നീളത്തിലുള്ള ഈ മിഡിൽ ഫിംഗർ ഇതിൽ എന്നെ പാമ്പ് കൊത്തി, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നേ. മെഡിറ്റേഷനിൽ എനിക്ക് പാമ്പ് കൊത്തിയപ്പം കണ്ണ് തുറന്നു, അങ്ങനെയാണ് ഞാൻ ഓടി വന്നേ, എനിക്ക് എന്തെങ്കിലും സഹായിക്കണേ എന്ന് പറഞ്ഞെന്ന്. പക്ഷേ മുക്താനന്ദ പറയുന്നത്, അങ്ങനെ ശരിക്കും പാമ്പ് കൊത്തിയാലോ, അതായത് വലത്തെ കൈയിലെ ഈ നടുവിരലിൽ പാമ്പ് കൊത്തിയാൽ വളരെ നല്ലതാണ് പോലും. അതായത് അവർക്ക് മുക്തി എളുപ്പം കിട്ടും എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. അത് ശരിക്കും പാമ്പ് കൊത്തിയാലും ശരി, അല്ലെങ്കിൽ
മെഡിറ്റേഷനിൽ പാമ്പ് കൊത്തുന്ന മാതിരി കണ്ടാലും മതിയെന്ന്. അപ്പം ഈ കുട്ടി മെഡിറ്റേഷനിൽ പാമ്പ് കൊത്തുന്ന മാതിരി കണ്ടിട്ടാണ് ഓടി വന്നത്. അതുമാത്രമല്ല അങ്ങനെ സ്വപ്നം കണ്ടാലും മതിയെന്ന്. അത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലും അടുത്ത പാർട്ടിലും പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പം അതൊക്കെ ഒരു ഇൻഡിക്കേഷനാണ്, നമുക്ക് വേഗം നമുക്ക് മുക്തി കിട്ടാനുള്ള സാധ്യതയാണ് ഉണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് അങ്ങനെയൊക്കെ തോന്നിക്കുന്നതെന്ന്, അങ്ങനെയൊക്കെ വരുന്നതെന്ന്. അപ്പം ഇതൊരു പോയിൻ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോണം. എന്താ വെച്ചാൽ ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഗതി കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പം അതൊന്ന്. പിന്നെ അതായത് ഈ കുണ്ടലിനി ഇനിസിയേഷൻ എന്ന് പറയുന്നത് അവിടെ സിദ്ധരുടെ ആശ്രമത്തിൽ കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അതിന് ശാംഭവ ഇനിസിയേഷൻ എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല അവിടെ മെയിനായിട്ട് അവർ ചെയ്യുന്നത് ഹംസഗായത്രി. ഈ ഹംസഗായത്രി എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് അതും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഉൾശ്വാസം എടുക്കുമ്പം സോ, വെളിശ്വാസം വിടുമ്പം ഹം, ഈ സോ ഹം എന്ന് പറയും. അതാണ് ഈ ഹംസഗായത്രി. അതായത് ഉൾശ്വാസം എടുക്കുമ്പം സോ, ശബ്ദമിട്ട് പറയണ്ട, മനസ്സിൽ തന്നെ സോ, വെളിശ്വാസം വിടുമ്പം ഹം എന്ന് പറയും. ഇതാണ് ഹംസഗായത്രിയുടെ മന്ത്രം, ജപമന്ത്രം. അപ്പം ഇത് സിദ്ധറുകളുടെ ഒരു സിദ്ധപാത്തിൽ ഒരു വിഷയമാണ്, ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതേമാതിരി അതാണ്. അപ്പം ഈ ഹംസഗായത്രി പറയുമ്പം ഇതിൽ ഈ നമുക്കുണ്ടാകുന്ന ഒരു നന്മ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് ഈ ശ്വാസത്തിൽ നിന്ന് ഡീവിയേറ്റായി വെളി പോകത്തില്ല. അതായത് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും സോ, വിടുമ്പോഴും ഹം, സോ ഹം എന്ന് ഡീപ്പായിട്ട് എടുത്ത് വിടുമ്പം നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ചിന്ത വേറെ മാറിപ്പോകത്തില്ല. അപ്പം ഇതും ഒരു നല്ല ഒരു പ്രാക്ടീസാണ്. അപ്പം നമ്മൾ ഈ ആനാപാനസതി ചെയ്യുമ്പം ഈ ശ്വാസത്തിനെ നിരീക്ഷിക്കണമെന്ന് പറയുന്നില്ലയോ, അങ്ങനെ ചെയ്യുമ്പം ഇതും കൂടെ ഈ മെത്തേഡും കൂടെ ഫോളോ ചെയ്താൽ ഇനിയും നല്ലത്. ചിലർ ഈ സോഹം എന്ന് പറയും, ചിലർ 1 to എണ്ണും, ചിലർ 100 99 98 അങ്ങനെ എണ്ണും. എന്താ വെച്ചാൽ നമ്മുടെ ശ്രദ്ധ മൊത്തം അതിൽ വേണം എന്നുള്ളതിന് വേണ്ടിയാണ്. ചിലർ 1 ഇൻഹേൽ ചെയ്യുമ്പോൾ 1, എക്സേൽ ചെയ്യുമ്പോൾ 2, അടുത്തത് 3, അടുത്തത് 4, 5, 6 അങ്ങനെയും ചെയ്യും. അപ്പം ഇതെല്ലാം നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യണം. അതായത് ഒരു ഇൻട്രോസ്പെക്ഷൻ വേണം. അതായത് നമ്മുടെ മനസ്സ് ഇങ്ങനെ ചാടി പോകുന്ന മനസ്സല്ലയോ, അപ്പോൾ അതിനെ പിടിച്ചു നിർത്താനുള്ള വഴികളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആശ്രമത്തിൽ പറഞ്ഞു തരുമ്പം നമ്മളത് സീരിയസ് ആയിട്ട് എടുത്ത് വളരെ സിൻസിയറായിട്ട് ചെയ്യണം. ചെയ്യുമ്പോഴേ ആ ചിത് ശക്തി, ആ കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല ഒരുപാട് അവിടെ ഒരു ആശ്രമത്തിലിരുന്ന് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പം, മെഡിറ്റേഷൻ ചെയ്യുമ്പം ഒരുപാട് വിഷൻസ് കിട്ടും. നമ്മൾ സിദ്ധലോകത്തിന് പോകാം. നമ്മുടെ ഈ ഭൂലോകത്തിൻ്റെ ഏറ്റവും അടുത്ത ലോകം എന്ന് പറയുന്നത് സിദ്ധറുകളുടെ ലോകമാണ്. പിതൃലോകം, ഇന്ദ്രലോകമൊക്കെ പറയുന്നത് വേറെ ദൂരെയാണ്. നമ്മുടെ ഈ ഭൂലോകത്തിന് ഏറ്റവും അടുത്തുള്ളത് സിദ്ധറുകളുടെ ലോകമാണ്. അപ്പം ഇവിടെ ജീവസമാധിയായ സിദ്ധറുകൾ, മഹാസമാധിയായ സിദ്ധറുകളെല്ലാം അവിടെയാണ് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ മെഡിറ്റേഷൻ ഇവിടെ ഇരുന്ന് ചെയ്യുമ്പം വളരെ സിൻസിയറായിട്ട് ചെയ്താൽ നമുക്ക് മെഡിറ്റേഷനിൽ തന്നെ ആ സിദ്ധർ ലോകത്തേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഈ കളറ്, വിഷൻസ്, നമ്മുടെ പഴയ ജന്മങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ കാഴ്ചകൾ നമുക്ക് വരുമെന്ന് പറഞ്ഞില്ലയോ, അതൊക്കെ കിട്ടാൻ കൂടുതൽ സാധ്യത ഒരു ആശ്രമത്തിൽ പോയിരുന്ന് ചെയ്താൽ നടക്കും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഡിവൈൻ മ്യൂസിക് കാതിൽ, വലത് കാതിൽ ഓംകാരനാദം കേൾക്കും. ഇതെല്ലാം വേറെ ഒരുപാട് ലോകങ്ങളുണ്ട്. ആ ലോകത്തിലൊക്കെ ആസ്ട്രൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നടക്കാൻ കൂടുതൽ സാധ്യത ഉള്ള സ്ഥലമാണ് ഒരു സിദ്ധൻ്റെ ആശ്രമം എന്നാണ് പറയുന്നത്. അപ്പം അവിടെ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത്രയും പവറുള്ള സ്ഥലത്ത് നമ്മൾ
നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ ചെയ്ത്തുകളെയും നമ്മുടെ സംസാരത്തിനെയൊക്കെ ഒരുപാട് നിരീക്ഷിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് ശ്രദ്ധാപൂർവം നമ്മൾ ചിന്തിക്കണം. വീട്ടിൽ ഇരുന്ന് ചിന്തിക്കുന്നവരെ അവനെക്കുറിച്ചും ഇവനെക്കുറിച്ചും അവരെക്കുറിച്ചും അവരുടെ സാരിയെക്കുറിച്ചും അവർ ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനത്തെ വേണ്ടാത്ത ചിന്തനകളൊന്നും അവിടെ പാടില്ല. ഓക്കെ. അത് എന്താണെന്ന് വെച്ചാൽ ഈ സിദ്ധന്മാരെല്ലാവരുമേ ആദിശിവൻ്റെ വഴിയിൽ നിന്ന് വരുന്നവരാണ്. അപ്പം നമ്മൾ ഒരു സിദ്ധൻ്റെ ആശ്രമത്തിൽ പോകുമ്പം ആദിശിവൻ്റെ വഴിയായിട്ട് വന്ന അത്രയും പവറുള്ള ഒരു സിദ്ധൻ്റെ ആശ്രമത്തിലാണ് നമ്മൾ ഇരിക്കുന്നേ എന്നുള്ള വിചാരം നമുക്ക് എപ്പോഴും വേണം. അവിടെയും പോയി ഫ്രണ്ട്സ് പിടിച്ചിട്ട് നീ ഏത് സ്ഥലത്തു നിന്നാണ് വന്നേ, നിനക്ക് എത്ര വയസ്സായി, കല്യാണം കഴിഞ്ഞോ, മക്കളുണ്ടോ, ഭർത്താവുണ്ടോ, വീട്ടുകഥകൾ പിന്നെ അവിടെയും പോയി തുടങ്ങരുത്. നമ്മൾ വന്നത് നമ്മളുടെ കാര്യം ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം, അതാണ് പറയുന്നത്. അതുമാത്രമല്ല ഈ ശിവസൂത്രത്തിൽ പറയുന്നത് ഈ ചിത് ശക്തി, അതായത് ഈ കുണ്ടലിനി ശക്തിയെ ശിവൻ്റെ വിൽ പവർ എന്നാണ് പറയുന്നത്. വിൽ പവർ എന്ന് വെച്ചാൽ മനോധൈര്യം, അതായത് ശിവൻ്റെ മനസ്സാണ് ഈ ശക്തി. അപ്പോൾ അത്രയും പവറുള്ള ഈ ചിത് ശക്തിയെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാനാണ് ഈ ആശ്രമത്തിലൊക്കെ പോയി സാധകം ചെയ്യുന്നത്. അങ്ങനെ ഉള്ളപ്പം നമ്മൾ ആ ചിത് ശക്തിയോടെ ഐക്യമാകണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അതേപോലെ അവിടെ ഇരുന്നുകൊണ്ട് ഗോസിപ്പ് അടിക്കുക, പരദൂഷണം പറയുക, മറ്റവരെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ, അതിലൊന്നിലും ഇടപെടരുത്. എന്താണെന്ന് വെച്ചാൽ ഇത് വീട്ടിലേ ചെയ്യരുത് എന്നാണല്ലോ വെപ്പ്. വീട്ടിലേ ചെയ്യരുത്. പോരാത്തതിന് ആശ്രമത്തിലും പോയി അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുണ്ടലിനി ശക്തിയെ എല്ലാമേ അങ്ങ് പോകും. നമുക്ക് സ്വതേ ഉണ്ടാകുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആ പവർ പോലും നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആ അന്തരീക്ഷം എന്ന് പറയുന്നത്, ഒരാശ്രമത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് അത്ര പവിത്രമാണ്, അത്രയ്ക്ക് പവറുള്ളതാണ്. അപ്പം നിങ്ങളവിടെ പോകുമ്പം എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധയോട് പെരുമാറണം എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ ഒരു ഗർഭിണി എത്ര കെയർ എടുത്താണ് ആ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. ഗർഭിണികൾക്ക് ഒരുപാട് റൂൾസ് പറയുന്നുണ്ട്. ഓടരുത്, കമന്ന് കിടക്കരുത്, മലന്ന് കിടക്കരുത്, ചരിഞ്ഞേ കിടക്കാവൂ, കഴിക്കുന്നതിൽ, കുളിക്കുന്നതിൽ, സംസാരിക്കുന്നതിൽ, പാട്ട് കേൾക്കുന്നതിൽ, നമ്മൾ ചെയ്യുന്ന ഓരോന്നിലും കാലത്തൊക്കെ അതൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഇന്നതേ കഴിക്കാവൂ, ഇന്ന ആൾക്കാരുടെ കൂടെ സംസർഗം വയ്ക്കാവൂ എന്നുവെച്ചാൽ ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് അമ്മയുടെ മനസ്സിൻ്റെ സ്ഥിതി ഉണ്ടല്ലോ, അതാണ് ആ കുഞ്ഞിന് വരുന്നത്. അതുകൊണ്ട് അക്കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയും. ഏത് ചെയ്യാം, ഏത് ചെയ്യരുത് എന്നുള്ളത് വലിയൊരു ലിസ്റ്റേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലത്ത് ആരും അതൊന്നും പാലിക്കുന്നില്ല. പക്ഷേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ മാത്രമെങ്കിലും പാലിക്കണം. ഓക്കെ. അപ്പം ഇവിടെ പറയുന്നത് ഒരാശ്രമത്തിൽ ഒരു സാധകൻ പോകുമ്പം ഈ ഒരു ഗർഭിണി എങ്ങനെ ആ വയറ്റിൽ കിടക്കുന്ന വളരുന്ന കൊച്ചിനെ എത്ര ശ്രദ്ധിച്ച് അതിനേറ്റ പോലെ ചെയ്യുന്നോ അത്രയും ശ്രദ്ധാപൂർവം വേണം നമ്മൾ സാധകം ചെയ്യുമ്പോഴും എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ പൊതുവേ ഈ ലൈനിലൊക്കെ ഇരിക്കുമ്പോഴേ മറ്റവർ കഴിച്ച ഫുഡൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. ഇപ്പം ഒരു അമ്മയുടെ കാര്യമെന്ന് പറയുമ്പം ഈ സെർലാക്ക് ഉണ്ടല്ലോ, സെർലാക്ക് കൊടുക്കുന്നത് തൊട്ട് തുടങ്ങും ബാക്കി കഴിക്കാൻ. ഒരു കൊച്ചിന് ഒരു ചെറിയ കിണ്ണത്തിലായിരിക്കും എടുക്കുന്നത്, കൊച്ച് ചിലപ്പോൾ അതിൻ്റെ അരക്കിണ്ണമായിരിക്കും കഴിക്കുന്നത്. അയ്യോ സെർലാക്ക് ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലോ, ഇതെങ്ങനെ കളയും, എന്നാൽ ഞാൻ കഴിച്ചോളാം. ഞാനും ചെയ്തിട്ടുണ്ട് അങ്ങനെ ബാക്കി വെച്ച് കഴിക്കുന്നതാണ് ഈ അമ്മമാരുടെ ജോലി. മക്കൾ ഇട്ടേച്ച് പോകുന്നത് വേണ്ടാന്ന് വെച്ചു, അയ്യോ അര ദോശ, അയ്യോ ഇത്രയും സാമ്പാർ, ഇതെങ്ങനെ കളയും, എന്നാൽ പിന്നെ അതിൽ തന്നെ ഞാൻ ചോറിട്ട് കഴിച്ചോളാം എന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സാധകന് വരുമ്പം നമ്മൾ ഒരു യോഗിക് ലൈഫ് ലീഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റവർ കഴിച്ചതിലൊന്നും കഴിക്കരുത്.
നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കിന്ന് തനി പ്ലേറ്റ് വേണം, നമുക്കിന്ന് ഗ്ലാസ് വേണം, നമ്മളുടെ കിടക്ക, നമ്മളുടെ ബെഡ്ഷീറ്റ്, നമ്മളുടെ ഡ്രസ്സ്, എല്ലാം പേഴ്സണൽ കാര്യങ്ങളെല്ലാം നമ്മൾ വേറെ ആരുടെ കൂടെയും ഷെയർ ചെയ്യരുത്. അതായത് നമ്മളുടെ ബെഡിൽ വേറെ ആരെയും കിടക്കാനും അനുവദിക്കരുത്, നമ്മളും പോയി വേറെ ഒരുത്തരുടെ ബെഡിൽ കിടക്കരുത്. പക്ഷേ ഇതൊക്കെ എനിക്ക് കൊച്ചിലേ സ്വതേ എനിക്കിങ്ങനത്തെ സ്വഭാവങ്ങളാണ്. എൻ്റെ തോർത്ത് ആരെങ്കിലും എടുത്ത് തല തോർത്തിയാൽ എനിക്കിഷ്ടമല്ല. പിന്നെ ബ്രഷൊന്നും ആരും എടുക്കാൻ പോകുന്നില്ല, എന്നാലും എൻ്റെ ഡ്രസ്സ് ഇടുന്നത് അല്ലെങ്കിൽ എൻ്റെ തോർത്തെടുത്ത് ഉപയോഗിക്കുന്നത്, എൻ്റെ ചീപ്പ് എടുക്കുന്നത്, ഇതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് എൻ്റെ ബെഡ്, എൻ്റെ ബെഡ്ഷീറ്റ്, എൻ്റെ ബെഡിൽ ആരെങ്കിലും വന്നിരുന്നാൽ പോലും എനിക്കിഷ്ടമല്ല. അന്നും ശരി, കൊച്ചിലേ ശരി, ഇപ്പോഴും ശരി. അതുമാത്രമല്ല, ഞാൻ പകലെല്ലാം എൻ്റെ ബെഡിൻ്റെ മേളിൽ വേറൊരു ബെഡ്ഷീറ്റായിരിക്കും വിരിക്കുന്നത്. അഥവാ ആരെങ്കിലും വന്ന് കയറി ഇരുന്നോണ്ട് രാത്രി കിടക്കുമ്പോൾ ആ ബെഡ്ഷീറ്റ് എടുത്ത് കളഞ്ഞിട്ട് വേറൊരു ബെഡ്ഷീറ്റിലായിരിക്കും ഞാൻ കിടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, വേറൊരു ആളിൻ്റെ ദേഹത്ത് അനാവശ്യമായിട്ട് തൊടരുത്. ഇതും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. സദാ ഈ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ചിലർ ഇങ്ങനെ ഈ കൈ കോർത്തുകൊണ്ട് ഇങ്ങനെ പോകും, ചിലർ തോളത്ത് ഇങ്ങനെ കൈയിട്ടുകൊണ്ട് പോകും, ചിലരിങ്ങനെ ചുമ്മാ ഹോസ്റ്റലിലും കോളേജിലൊക്കെ നടക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ, സ്നേഹം കൂടുമ്പോൾ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകും. ഇതൊന്നും എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ആരുടെ മേത്ത് ഞാൻ കൈവയ്ക്കത്തില്ല, ആരും എന്നെ തൊടുന്നതും ഇഷ്ടമല്ല. അതേപോലെ സംസാരിക്കുമ്പോഴും ഈ എടി വാടി പൊടി ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും ഞാൻ കൊച്ചിലെ തൊട്ടേ സംസാരിക്കത്തേ ഇല്ല. വാ പോന്ന് പറയും, മൂത്തതാണെങ്കിൽ ഭരണം പോകണം, ഇളയതാണെങ്കിൽ വാ പോ എന്ന് പറയും, പേര് പറയും. അല്ലാതെ ഈ എടി വാടി എന്ന് പറയുന്നത്, ചീത്ത വർത്താനം പറയുന്നത്, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ ഈ മുക്തി തേടി പോകുമ്പം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വരെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇത് ഒരു കാര്യമുണ്ട്, എൻ്റെ മക്കളൊക്കെ അമ്മ ഉമ്മ തരുമോ അമ്മ, അമ്മ ഉമ്മ തരുമോ അമ്മ എന്ന് പറയും. ഞാനേ ചുണ്ടുകൊണ്ട് ഉമ്മ കൊടുക്കത്തേയില്ല മക്കൾക്ക്. എന്നാലും ഈ മൂക്കിൻ്റെ ടിപ്പ് വെച്ചായിരിക്കും ഞാൻ ഇങ്ങനെ ഈ അമ്മ എന്തുവാ ഈ സ്നിഫ് ഡോഗാണോ മണപ്പിക്കുന്നത്, ഉമ്മയല്ലേ തരാൻ പറഞ്ഞ്, മണപ്പിക്കുന്ന എന്തോ, മൂക്കുകൊണ്ട് മണപ്പിക്കുന്നത് എന്തുവാ എന്ന് പറയും. എനിക്കെന്തോ അതൊന്നും ഇഷ്ടമല്ല. ഈ ബോഡിലി ടച്ച് എന്നുള്ളത് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമേ അല്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ചെയ്തതൊക്കെ ശരിയാണ്. അപ്പോൾ ചിലപ്പം കഴിഞ്ഞ ജന്മത്തിൽ ഏതെങ്കിലും ഒരു ആശ്രമത്തിലായിരിക്കും ഞാൻ ജീവിച്ചത്, ബാക്കിയുള്ള നെഗറ്റീവ് കർമ്മ എല്ലാം കഴിക്കാനായിരിക്കും ഇങ്ങനെ ഒരു ജന്മം എടുത്തത്. അതുകൊണ്ട് അതൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇത്രയും നാൾ നമ്മൾ എങ്ങനെ ഇരുന്നു എന്നുള്ളതല്ല, ഇനിയെങ്കിലും ഈ യോഗമാർഗത്തിൽ വരുമ്പം ഈ കുണ്ടലിനി ശക്തിയൊക്കെ കുറിച്ച് പഠിക്കുന്നു, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് വരുമ്പം നമ്മൾ വീട്ടിലേ ഇരുന്നാലും നമ്മൾ ഇതൊക്കെ കുറച്ചുകൂടെ പാലിക്കണം. അതേപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ വളരെ കാര്യമായിട്ട് ആ സാധനയിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സിൻസിയറായിട്ടും സാധന ദിവസവും കാര്യമായിട്ട് ചെയ്താൽ മാത്രമേ ആ കുണ്ടലിനി ശക്തിക്ക് കുറച്ചെങ്കിലും ഒരു അനക്കം കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, ഈ നമ്മുടെ ഈ സാധാരണ ജീവിതത്തിൽ, ഈ മണ്ടെയിൻ ലൈഫ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നമ്മൾ ജീവിക്കുമ്പം നമുക്ക് എൻജോയ്മെൻറ്റാണ് കൂടുതൽ. എൻജോയ്മെൻ്റ് എന്ന് വെച്ചാൽ എന്തുവാ? സിനിമ കാണണം, നല്ല സാരി ഉടുക്കണം, ടി വി കാണണം, 4 പേരുടെ കൂടെ ചുറ്റിയിരുന്ന് സംസാരിക്കണം, അങ്ങനെ. അതായത് ഓരോരുത്തർക്കും ഓരോന്ന് എൻജോയ്മെൻറ്റ് അതൊക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് ഈ ലിബറേഷൻ അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത് അങ്ങനെ കിട്ടാൻ പോകുന്ന ഒരു കാര്യമല്ല. അതേ സമയത്ത് ഈ മുക്തി തേടി വളരെ കാര്യമായിട്ട് പോകുന്നവർക്ക് ലൈഫിൽ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് കാണത്തില്ല. എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് 4 മണിക്ക് എണ്ണിക്കണം, അല്ലെങ്കിൽ 3 മണിക്ക് എണ്ണിക്കണം, പച്ചവെള്ളത്തിൽ കുളിക്കണം, ഇത്രയും നേരം മെഡിറ്റേഷൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അങ്ങനത്തെ ജീവിതം നയിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ജീവിതത്തിനെ തേടി പോകുന്നത്. എന്നാലും അവർക്ക് ഈ ലൗകിക ജീവിതത്തിലുള്ള എൻജോയ്മെൻ്റ് ഒന്നും ഇല്ല.
പക്ഷേ ഒരു ആശ്രമത്തിൽ നമ്മൾ ഈ ചിത്ശക്തി സാധന ചെയ്യുമ്പം നമുക്ക് അങ്ങനത്തെ എൻജോയ്മെൻറ്റും കിട്ടും, മുക്തിയും നേടാം എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഒരു യോഗിക് ലൈഫ് ലീഡ് ചെയ്താൽ ആരും എൻജോയ്മെൻറ്റിന് എതിരല്ല. ഇപ്പം നമ്മളൊരു യോഗിയായിട്ട് ഇരുന്നുകൊണ്ടും ഒരു ബെൻസ് കാറിൽ പോകാം, ഓഡിയിൽ പോകാം, ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ആരും ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ മറ്റവരെന്തെങ്കിലും പറയുമായിരിക്കും, അത് വേറെ കാര്യം. നമ്മുടെ ആൾക്കാരൊക്കെ പറയാൻ കാത്തിരിക്കുക, അതല്ല. പക്ഷേ പോകുന്നതിൽ തെറ്റില്ല. നമുക്ക് ശരി ഒരു ലോങ് ഡിസ്റ്റൻസ് പോകുന്നു, അപ്പോൾ ഒരു ബെൻസിൽ പോകും. സാധാരണ ഒരു ബസ്സിൽ പോകുന്നതിനെക്കാട്ടിലും ബെൻസിൽ പോകുന്നത് നമുക്ക് സൗകര്യമാണ്, അതുകൊണ്ട് പോകുന്നു. നമ്മളുടെ കയ്യിൽ ഉണ്ട്, അതുകൊണ്ട് പോകുന്നു. പക്ഷേ അങ്ങനത്തെ എൻജോയ്മെൻറ്റ് അറവേ പാടില്ല എന്നല്ല പറയുന്നത്. നമുക്ക് നല്ല കാറുണ്ടെങ്കിൽ നല്ല കാറിൽ പോവുക, വലിയ കാറിലുണ്ടെങ്കിൽ വലിയ കാറിൽ പോവുക. പക്ഷേ അത് കണ്ട് നമ്മൾ നെഹളിച്ച് പോകരുത്. ഓ ഇതാണ് ജീവിതം, എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട് എന്നുള്ള അങ്ങനത്തെ മനോഭാവം വരരുത്. നമ്മൾ ഓഡിയിൽ പോയാലും ഓക്കെ BMW ഇത് എൻ്റെ കഴിവ് കൊണ്ടല്ല എനിക്ക് കിട്ടിയത്, അത് ദൈവം തന്നതാണ്, ദൈവം എനിക്ക് തന്ന ഒരു ചെറിയ ഗിഫ്റ്റാണ് എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ നമുക്കവിടെ അഹങ്കാരം വരത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ കുണ്ടലിനി പാതയിൽ, അതായത് സിദ്ധ പാതയിൽ പോയാലും നമുക്ക് ഒരു തെറ്റുമില്ല. നമുക്ക് എൻജോയ്മെൻറ്റും ചെയ്യാം, ലിബറേഷനും ശ്രമിക്കാം. അതായത് കുണ്ടലിനി ശക്തിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ യോഗിക് ലൈഫ് ലീഡ് ചെയ്യുമ്പം ഒന്നേ പാടുള്ളൂ, വേറൊന്നും പാടില്ല എന്നല്ല. പക്ഷേ എല്ലാം ലിമിറ്റോടെ ഇരിക്കണം. നല്ല ഡ്രസ്സ് ഇടുന്നു, എന്താ തെറ്റ്? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനാണ്, നമ്മുടെ ആത്മായ്ക്കാണ്. അപ്പം നല്ല ഒരു ഡ്രസ്സ് ഉടുത്തുന്നോ അല്ലെങ്കിൽ ഫാഷനബിളായിട്ട് ഇരുന്നെന്നോ അതുകൊണ്ടൊന്നും തെറ്റില്ല. പക്ഷേ അത് തന്നെയാണ് ജീവിതമെന്ന് നമ്മൾ വിചാരിച്ച് പോകരുത്. അവിടെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ വലിയ കാറിലാണ് പോകുന്നത്, എൻ്റെ കാറിന് 3 കോടിയുണ്ട്, ഫോറിൻ കാറാണ് ഞാൻ പോകുന്നത് എന്നുള്ള ഒരു അഹങ്കാരം, ഒരു മമത വന്നു പോയാൽ പോയി. അല്ലാതെ ഞാൻ കൊണ്ടുവന്നതൊന്നുമില്ല, കൊണ്ടുപോകാനും ഒന്നും പോകുന്നില്ല, ഇത് ഏതോ ദൈവം തന്ന ഗിഫ്റ്റ് എന്നുള്ള ഒരു മനോഭാവത്തിൽ പോയാൽ ഒരു തെറ്റുമില്ല. അപ്പം കുണ്ടലിനി ശക്തി പ്രാക്ടീസ് ചെയ്യുന്നവർക്കും എൻജോയ്മെൻറ്റും ആവാം, ലിബറേഷന് വേണ്ടി പ്രാക്ടീസും ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇനിയൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ സ്പന്ദശാസ്ത്ര അങ്ങനെ ഒരു ശാസ്ത്രം, അങ്ങനെ ഒരു ബുക്ക് കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ അതിനെക്കുറിച്ച്. അപ്പം മുക്താനന്ദ പറയുന്നത്, ഈ സ്പന്ദശാസ്ത്രയിൽ പറയുന്നത് ഞാൻ ജസ്റ്റ് വായിക്കാം. ഹീ നോസ് ദ ട്രൂ റിയാലിറ്റി ഹൂ സീസ് ദ എൻറ്റയർ യൂണിവേഴ്സ് ആസ് ദ പ്ലേ ഓഫ് ദ പ്രകൃതി ഓർ പരശിവ, ദ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ലോകമേ പരമശിവൻ്റെ കളിയാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ കളിയാണ്, അല്ലെങ്കിൽ പരാശക്തിയുടെ കളിയാണ് ഈ ലോകത്തുള്ളത് എല്ലാമേ എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നമുക്ക് എത്ര വലിയ ലക്ഷൂറിയസ് ലൈഫ് ആണെങ്കിലും നമ്മളുടെ പാതയിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ ജീവിക്കാൻ. അതേപോലെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കണം. ഞാൻ എപ്പോഴും ശുദ്ധമാണ് എന്ന് വിചാരിച്ചാൽ പോരാ. നമ്മൾ ശുദ്ധമാണ്, എന്നാലും കൂടുതൽ ഓരോ നിമിഷവും നമ്മളുടെ ചിന്ത എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇതിൽ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ നല്ലത് തന്നെ വിചാരിക്കണമെന്ന് ശ്രമിക്കുന്നു, ചില സമയം വേറെ പല ചിന്തകൾ നമ്മുടെ തലയിൽ കയറി വരുന്നു. ചില ചീത്ത വർത്തമാനങ്ങളൊക്കെ നമ്മുടെ വാക്കുകൾ നമ്മുടെ തലയിൽ ഓർമ്മയിൽ വരുന്നു. അതിനെ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കരുത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ അതിനെ പേഴ്സണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതായത് ഒരുപാട് തെറ്റായിട്ടുള്ള ചിന്തകളും നമുക്ക് വരുന്നു, അതിന് നമ്മൾ പൊറുപ്പ് എടുക്കരുത്. അതിൻ്റെ കാരണം നമ്മളുടെ നെഗറ്റീവ് കർമ്മയാണ്.
അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു ചീത്ത വർത്താനം നമ്മൾ കുറേ നാളായിരിക്കും അത് കേട്ടിട്ട്, നമ്മൾ ഉപയോഗിക്കാത്ത ഒരു വർത്താനമായിരിക്കാം, ഒരു വാക്കായിരിക്കാം. പക്ഷെ പെട്ടെന്ന് ആ വാക്ക് നമ്മുടെ തലയിൽ വരുമെന്ന് വെച്ചാൽ നമ്മൾ അത് ഓർക്കും. അതിൻ്റെ കാരണം നമ്മളുടെ മനസ്സ് ചീത്തയായ കൊണ്ടല്ല, നമ്മുടെ ചുറ്റുവട്ടാരത്തിലുള്ള ആരോ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഈ കാറ്റിലിങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ തലയിലും കൂടെ കയറുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളും വരുന്നുണ്ട്, ചീത്ത ചിന്തകളും വരുന്നുണ്ട്. അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. ചീത്ത ചിന്തകൾ വരുമ്പം ഉടനെ അതിനെ മാറ്റിയെടുക്കണം. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ചീത്ത ചിന്തകൾ വരുന്നു, എന്തുകൊണ്ട് ഈ ചില ചീത്ത വർത്തമാനങ്ങൾ, വാക്കുകൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു ഒന്ന് വിചാരിച്ച് നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം നമ്മൾ മാത്രമല്ല. ചിലപ്പോൾ നമ്മൾ മുൻ ജന്മത്തെ അങ്ങനെ ഉപയോഗിച്ച് കാണും, അല്ലെങ്കിൽ ഈ ജന്മത്ത് തന്നെ ഒരു 4 വർഷത്തിന് മുമ്പേ വരെ നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കും ജീവിച്ചത്. ഇപ്പോഴായിരിക്കും വേറെ രീതിയിൽ ജീവിക്കണമെന്ന് നമ്മൾ മനസ്സിൽ തോന്നി നമ്മൾ ചെയ്യുന്നത്. അപ്പം പഴയ ഓർമ്മകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റവർ ഉപയോഗിക്കുന്ന ഉണ്ടായിരിക്കും. നമ്മളെ ചുറ്റി ഉള്ളവരാരെങ്കിലും അത് വർത്തമാനം അങ്ങനെ പറഞ്ഞാൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയാണ് നമ്മളടുത്തും റിഫ്ലക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ചിന്തകൾ വരുന്നത്. പക്ഷേ വരുന്നതിൽ തെറ്റില്ല. അപ്പം കെട്ട ചിന്തയും നല്ല ചിന്തയും മാറി മാറി വരുന്നതിൽ തെറ്റില്ല. പക്ഷേ ഏത് തെറ്റെന്ന് വെച്ചാൽ, കെട്ട ചിന്ത വരുമ്പം അതിനെ ഉടനെ നമ്മൾ കണ്ടുപിടിച്ച് വെട്ടിക്കളയണം. വേണ്ട. ആരെങ്കിലും കുറിച്ച് നമ്മൾ തെറ്റായിട്ട് ചിന്തിച്ചു പോവും. ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആ ചിന്തയുടെ പുറയിലേ പോകാതെ, വേണ്ട, ഇത് അവൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, അവൻ എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ, ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, വേണ്ട, ഉടനെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്തയെ, നെഗറ്റീവ് ചിന്തയെ കട്ട് ചെയ്ത് എടുത്ത് കളയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. സോ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് മുക്താനന്ദ പറയുന്നത്. എന്താ വെച്ചാൽ, മുക്താനന്ദയും അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിൽ കുറേ വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗുരുവിനെയാണ് മെഡിറ്റേറ്റ് ചെയ്തത് കുറേ കാലം. ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്ര ജീവനിലും മുകളിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്വാമി നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും എത്ര ശതമാനം നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ സെൽഫ് ചെക്ക് ചെയ്ത് നോക്കണം. ഉറങ്ങുന്നതിന് മുമ്പേ ഇന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഏത് രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്തു, ഏത് രീതിയിൽ ചെയ്തിരിക്കരുത്, ഏത് രീതി ചെയ്ത് ശരി, ഏതൊക്കെ നെഗറ്റീവായിട്ട് നമ്മൾ ചെയ്തോ, നെഗറ്റീവായിട്ട് ചിന്തിച്ചോ, നെഗറ്റീവായിട്ട് പ്രവർത്തിച്ചോ, അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ നാളെ തൊട്ട് ഇതൊന്നും ഞാനിനി ചെയ്യൂല എന്ന് ഓരോ ദിവസവും ഈ സെൽഫ് ചെക്ക്, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തിക്കൊണ്ട് വന്നാലേ മതി. ഓരോ ദിവസവും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് മുക്താനന്ദ പറയുന്നത്. അപ്പം സ്വാമി മുക്താനന്ദയുടെ ബുക്ക് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെല്ലാമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 1-2 എൻ്റെ പേഴ്സണൽ ഫീലിങ്സും ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കേട്ടതിനും മനസ്സിലാക്കിയതിനും വളരെ നന്ദി, സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് മാറിയപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ തിരുവനന്തപുരത്ത് എത്തി. ഓക്കെ, 30-ാം തീയതിയാണ് ഫ്ലൈറ്റായിരുന്നു. 30-ാം തീയതി ഉച്ചക്കാലത്തെ ഫ്ലൈറ്റ് എടുത്ത് നേരെ ടോക്കിയോ നരിട്ട എയർപോർട്ടിൽ നിന്ന് ന്യൂഡൽഹി വന്നു. വൈകുന്നേരം 7:30 ന്യൂഡൽഹി വന്നു. 2 മണിക്ക് അങ്ങാണ്ടായിരുന്നു ഫ്ലൈറ്റ്. അപ്പം രാവിലെ തന്നെ ഒരു 9 മണിക്ക് മോനും മരുമോളും കൂടെ കാറിൽ കൊണ്ടുവന്ന് നമ്മളെ എയർപോർട്ടിൽ വിട്ടു. 1:30 ചെക്കിനൊക്കെ എല്ലാം കഴിഞ്ഞ് ന്യൂഡൽഹി എത്തി. ന്യൂഡൽഹിയിൽ നിന്ന് രാത്രി തന്നെ അടുത്ത ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു 2 മണിക്കൂറിൽ. അപ്പോൾ കറക്റ്റ് സമയമായിരുന്നു. ഇമിഗ്രേഷനും കസ്റ്റംസ് ക്ലിയറൻസും ഇതൊക്കെ ചെയ്തിട്ട് കറക്റ്റ് സമയത്തിന് അടുത്ത ഫ്ലൈറ്റിലെത്തി. രാത്രി 1 മണിയായപ്പം തിരുവനന്തപുരത്തെത്തി. മോനും മരുമോളും ഒക്കെ വന്ന്, മോളും മരുമോനും കാറ് എടുത്തുകൊണ്ട് വന്നായിരുന്നു, അദ്ദേഹം വന്നായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ തിരിച്ച് വന്നു. അപ്പോൾ ഇത് നാളത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയുള്ളത് ഇവിടെ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു.
പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും നല്ല ചിന്തയും ആണ് എന്നെയും എൻ്റെ കൊച്ചുമോളെയും ഇവിടെ കൊണ്ട് എത്തിച്ചത്. അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴും ഒന്ന് മിഡ് നൈറ്റിലാണ് വന്നത്. പിറ്റേ ദിവസം തന്നെ ആറ്റുകാൽ പോയി, പഴവങ്ങാടി ഗണപതി കോവിലിൽ പോയി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി, ശ്രീകണ്ഠേശ്വരം പോയി. 2 ദിവസത്തിൽ മാറി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അതായത് ഇന്ത്യയ്ക്കും ജപ്പാനിലും 6000 മൈൽ വ്യത്യാസമുണ്ട്. 6000 മൈൽ വ്യത്യാസം. ഈ ക്യാപ്റ്റൻ ഫ്ലൈറ്റ് എടുത്ത ഉടൻ തന്നെ ക്യാപ്റ്റൻ പറഞ്ഞു, എന്തുവാ, നമ്മൾ 40,000 അടി പൊക്കത്തിലായിരിക്കും നമ്മൾ പറക്കുന്നത്. 30,000 അടിക്കും 40,000 അടിക്കും ഇടയിലായിരിക്കും ഇങ്ങനെ മാറി നമ്മൾ പറക്കുന്നത്. അപ്പോൾ ടർബുലൻസ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ടർബുലൻസ് എന്ന് പറഞ്ഞാൽ ആട്ടം ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും സീറ്റ് ബെൽറ്റൊക്കെ ഇടണം. അപ്പോൾ ഞങ്ങൾ തരുന്ന അനൗൺസ്മെൻറ്റൊക്കെ കേൾക്കണം, അതുപോലെ പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെപ്പോഴും അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ ചെയ്തു. കുറച്ചൊക്കെ ഒരു ആട്ടം ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും 40,000 അടി ഉയരത്തിൽ പോകുന്നത് തന്നെ ഈ താഴത്തെ ടർബുലൻസ് ഒന്നും നമ്മുടെ എയർക്രാഫ്റ്റിനെ ബാധിക്കരുതെന്ന് പറഞ്ഞാണ്. എന്നിട്ടും ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിൽ എന്തായിരുന്നാലും ഒരു പേടി തന്നെയാണ്. ഫ്ലൈറ്റ് എന്ന് പറയുന്നതും നമ്മളുടെ ജീവൻ നമ്മുടെ കയ്യിലല്ല. അങ്ങനത്തെ ഒരു ഇതാണ്. അത് പിന്നെ പറയാൻ പോയാൽ നമ്മുടെ റോഡിൽ നടന്നാലും അങ്ങനെ തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സൈക്കിളിൽ പോയാലും തന്നെ എന്തായിരുന്നാലും എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ കൂടുതലാണ്. ഒരു പ്രാവശ്യം വൈകുന്നേരം ഒരു 6 മണിയായപ്പം ഭയങ്കര ഒരു ഷിഫ്റ്റ് ഉണ്ടായി. പ്ലെയിൻ തന്നെ, അത് പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു 100-300 ആൾക്കാരുണ്ടായിരുന്നു. ജപ്പാനിൽ നിന്ന് 3/4 ഇന്ത്യൻസാണ്, കുറച്ച് ഫോറിനേഴ്സ്. മിക്കവാറും എല്ലാവരും ഡൽഹിയിൽ ഇറങ്ങി അവിടുന്ന് വേറെ ഫ്ലൈറ്റൊക്കെ പിടിച്ച് പോകുന്നവരായിരുന്നു. എയർക്രാഫ്റ്റ് ഫുള്ള്, ഒരു സീറ്റ് പോലും വേക്കൻ്റ് അല്ലായിരുന്നു, ഫുൾ. ഭയങ്കര ഒരു ടേൺ. അതായത് നമ്മളിങ്ങനെ ഈ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ആരെങ്കിലും ഒന്ന് ചാടാൻ വരുന്നു, അല്ലെങ്കിൽ ഒരു പട്ടിയോ പൂച്ചയോ റോഡിലിങ്ങനെ ചാടുന്നു, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ വരുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു സ്റ്റിയറിംഗ് തിരിക്കത്തില്ലേ, അതുപോലെ ഫ്ലൈറ്റ് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടായി. എല്ലാവരും ഒന്ന് പേടിച്ചു. ഒരുപാട് പേര് ഉറങ്ങുമായിരുന്നു, ഒരുപാട് പേര് TV കണ്ടുകൊണ്ടിരുന്നു, അവരവരുടെ ഇതിലെല്ലാം സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അതൊരു ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു. എന്തായിരുന്നാലും എല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മൾ സന്തോഷമായിട്ട് ഇവിടെ വന്ന് എത്തി. അതിന് വളരെ സന്തോഷം.